ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 28-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. മീറ്റിംഗ് തീരുമാനിച്ചിരുന്നത് വൈകിട്ട് 6 മണിക്ക് തന്നെ ആയിരുന്നു. സമയമാകുന്നതിന് മുൻപ് അവർ 3 പേരും ഫ്ലാറ്റിനടുത്ത് എത്തി. 14-ാമത്തെ നിലയിലെ നമ്പർ കൊടുക്കാത്ത ഫ്ലാറ്റാണ് മീറ്റിംഗ് നടത്തുന്ന സ്ഥലം. അതുകൊണ്ടാണ് അതിപ്പോഴും ഫ്ലാറ്റ് നമ്പർ 14 എന്ന് തന്നെ അറിയപ്പെടുന്നത്. ബാക്കിയുള്ള 3 ഫ്ലാറ്റുകൾ കൂടിയാണ് ആ നിലയിലുള്ളത്. ഓരോന്നും ഫ്ലാറ്റ് നമ്പർ 14A എന്നും B എന്നും C എന്നും പേര് കൊടുത്തു. യഥാർത്ഥത്തിൽ ഇതിന് 14D എന്നായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ നടന്ന സംഭവങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. അനിഷ്ടകരമായ ആ സംഭവം നടന്നത് ഇവിടെ വെച്ചായതുകൊണ്ട് പിന്നീട് ആരും 14-ാം നിലയിലെ ഒരു ഫ്ലാറ്റ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്പർ കൊടുത്തെങ്കിലും ഇതിന് മാത്രം നമ്പർ കൊടുക്കാതെ അതേപടി നിന്നു. അജ്ഞാതനായ ഡയറക്ടർക്ക് വേറെ വല്ല ലക്ഷ്യവും ഉണ്ടോ എന്നും അറിയില്ല. നേരത്തെ ഫ്ലാറ്റിന് പുറത്ത് എത്തിയെന്നത് ശരി, എങ്കിലും അവർ 3 പേരും അകത്തേക്ക് കയറിയില്ല. അവർക്കങ്ങോട്ട് കയറാൻ തോന്നിയിട്ട് വേണ്ടേ? അവർക്ക് ഇപ്പോഴും ഭയമാണ് അതിനുള്ളിലേക്ക് കയറാൻ. അതാണ് പുറത്തു നിൽക്കാൻ കാരണം. ഭയം തോന്നുന്ന സ്ഥലത്ത് പോകാൻ നമ്മൾ ആരായാലും മടിക്കുമല്ലോ. കൃത്യസമയത്ത് അകത്തേക്ക് കയറുകയും മീറ്റിംഗ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടാം എന്നൊരു തോന്നലായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ക്ലോക്കിൽ സമയം 6 മണി അടിച്ചു. താഴത്തെ നിലയിലെ ഏതോ ഒരു ഫ്ലാറ്റിൽ നിന്നും 6 പ്രാവശ്യം ക്ലോക്കിലെ മണി മുഴങ്ങി. അതൊരു ദുസൂചനയാണ് എന്ന് അയൂബിന് തോന്നിയെങ്കിലും ബാക്കി ആർക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. അവർ 3 പേരും ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അവർക്കിരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളെല്ലാം അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപിലായി തന്നെ ഭിത്തിയിൽ സാമാന്യം വലിപ്പത്തിലുള്ള ഒരു സ്ക്രീനും പിടിപ്പിച്ചിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റുകളൊക്കെ ആദ്യത്തെ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണ്. പിന്നീട് അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം വേറെ ആരെങ്കിലും ഈ മുറിയിൽ കയറിയിട്ടുണ്ടാവുമോ? ഇവർ 3 പേരും അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ മുറിയിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ നാണുവിൻ്റെ സാന്നിധ്യമുള്ളതായി ഓരോരുത്തർക്കും തോന്നുന്നുണ്ടായിരുന്നു. അവൻ തൂങ്ങി നിന്ന ഫാൻ താൻ നിരപരാധിയാണ് എന്ന മട്ടിൽ കറങ്ങാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും അതിൻ്റെ സ്വിച്ച് ഇടാറുമില്ല, അത് കറങ്ങാറുമില്ല. അല്ലെങ്കിലും നാണുവിൻ്റെ മരണത്തിന് ഫാനിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. ഭിത്തിയിലെ സ്ക്രീനിൽ അപ്പോഴേക്കും സൈലൻ്റ് പാർട്ട്ണറുടെ രൂപമില്ലാത്ത ചിത്രം തെളിഞ്ഞു വന്നു. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് മീറ്റിങ്ങിന് പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നിങ്ങൾ കഴിവും ആത്മാർത്ഥതയും ഉള്ളവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളെല്ലാവരോടും വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയേണ്ടതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുന്നത്. ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഫോണിലൂടെ തന്നെ പറയാവുന്നതാണല്ലോ. അല്ലാതെ ഇവിടെ വരണമെന്തെന്തിനാ ഇത്ര നിർബന്ധം? പിന്നെ വെറുതെ ഈ മരണമുറിയിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ആ കാര്യവും കൂടി അങ്ങ് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് സന്ദേശം അയച്ചപ്പോൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങളായിരുന്നില്ല എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നേരിട്ട് തന്നെ സംസാരിക്കണം. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സംശയം നിങ്ങൾ ആരാണെന്ന് തന്നെയാണ്. അത് ദൂരീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയെയും ഫ്ലാറ്റിൻ്റെ വിൽപ്പനയെയും കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയാനുള്ളത്. അതാണല്ലോ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന മാർഗം. അല്ലാതെ
ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ലല്ലോ. ആരും പ്രത്യേകമായി ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം അങ്ങ് പറയാം. നമ്മളിവിടെ ഫ്ലാറ്റ് പണിതതിൽ നല്ലൊരു ശതമാനം ഫ്ലാറ്റുകളും വിറ്റുപോയിരുന്നല്ലോ. എന്നാൽ വിറ്റുപോയതിനു പോലും പകുതി പണം മാത്രമല്ലേ നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൂ. കിട്ടാൻ ബാക്കിയുള്ള പണം എത്രയും വേഗം അവരിൽ നിന്നും വാങ്ങണം. ഇത്രയും കേട്ടപ്പോൾ ഈപ്പച്ചന് മറുപടി പറയാതിരിക്കാൻ തോന്നിയില്ല. വരും വരായികകൾ ഒന്നും ഓർക്കാതെ അയാൾ അങ്ങ് പറഞ്ഞു പോയതാണ്. അവരിൽ 1-2 പേരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവർക്കാർക്കും ഫ്ലാറ്റ് വേണ്ട എന്നാണ് പറയുന്നത്. മരിക്കാൻ അവരിങ്ങോട്ട് വരുന്നില്ല പോലും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ബാക്കി തരേണ്ട കാര്യമെന്താ ഉള്ളത്? അങ്ങനെ തരുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ ഈപ്പച്ചൻ വിചാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ബാക്കി 2 പേരും വിചാരിച്ചിരിക്കുന്നത്? തീർച്ചയായും നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഞാൻ പറയാം. അതിനു മുൻപ് തന്നെ നിങ്ങൾ ബാക്കി 2 പേർ ആരെങ്കിലുമായി ബന്ധപ്പെടുകയോ പണം ചോദിക്കുകയോ ചെയ്തോ? ഓരോരുത്തരും 3-4 പേരുമായിട്ടൊക്കെ ഇക്കാര്യം സംസാരിച്ചിരുന്നു. എല്ലാവരുടെയും ഉത്തരം പൊതുവായിട്ട് ഒന്ന് തന്നെയായിരുന്നു. ഇങ്ങോട്ട് വരുന്നുമില്ല. അവർ തന്നത് തിരിച്ചു തരികയും വേണ്ട. അവർക്ക് ഫ്ലാറ്റ് വേണ്ടാതാനും. ഇപ്പോൾ നമുക്ക് മുമ്പിൽ 2 സാധ്യതകൾ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ സാധ്യത, അവർ ഫ്ലാറ്റിൻ്റെ പകുതി പണം പേ ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ബാക്കി പണം തന്ന് വീട്ടിക്കൊള്ളാമെന്ന്. ആ എഗ്രിമെൻ്റ് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അത് വെച്ച് നിയമപരമായി മൂവ് ചെയ്താൽ അവർ കുടുങ്ങും. അല്ലെങ്കിൽ ഞാൻ അവരെ കുടുക്കും. ഒരു സാധ്യത അങ്ങനെ പറഞ്ഞു. ഇനി രണ്ടാമത് ഒരു സാധ്യത കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനി എന്തായിരിക്കുമോ ആവോ. മറഞ്ഞിരിക്കുന്ന അയാൾക്ക് ആരെ വേണമെങ്കിലും കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ അയാൾ എന്തു ചെയ്താലും അതിൻ്റെ എല്ലാം അനന്തരഫലം അനുഭവിക്കേണ്ടി വരിക ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന ഞങ്ങൾ 3 പേരുമായിരിക്കും. അത് ചിന്തിക്കേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. ആനപ്പുറത്തിരിക്കുന്നവൻ എന്തിനാ നായയെ പേടിക്കുന്നത്? അയാൾ വീണ്ടും പറയാൻ തുടങ്ങുന്നതായി സ്ക്രീനിൽ നിന്നും ശബ്ദശകലങ്ങൾ കേട്ടു തുടങ്ങി. അത് ഇനി എന്തായിരിക്കുമോ ആവോ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേട്ട് ആസ്വദിക്കട്ടെന്ന്. അടുത്ത ഭാഗം മറ്റന്നാൾ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഓക്കേ.